നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് സെൻറ്റൻസുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ആദ്യത്തെ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഓണം കേരളത്തിൻ്റെ ഉത്സവമാണ്. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവമാണ് ഓണം. അതെങ്ങനെ പറയാം? ഓണം കേരൾ കാ ത്യോഹാർ ഹേ. കേരളത്തിൻ്റെ ഒരു ഉത്സവമാണ്. ഓണം കേരൾ കാ ത്യോഹാർ ഹേ. ത്യോഹാർ എന്ന് പറഞ്ഞാൽ ആഘോഷം, ഉത്സവം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓണം കേരൾ കാ ത്യോഹാർ ഹേ. കേരളത്തിൻ്റെ ഉത്സവമാണ്. അടുത്തത്, ഓണം ഏതു മാസത്തിലാണ് വരുന്നത്? അതെങ്ങനെ ചോദിക്കാം? ഓണം കോൻസാ മഹീനേമേ. ഏതു മാസം എന്നുള്ളതിന് കോൻസാ മഹീനേമേ ആത്തി ഹേ. ഓണം ഏതു മാസത്തിലാണ് വരുന്നത്? ഓണം കോൻസാ മഹീനേമേ ആത്തി ഹേ. അല്ലെങ്കിൽ ഓണം ഏതു മാസത്തിലാണ് എന്ന് ചോദിക്കുന്നതിന് ഓണം കോൻസാ മഹീനേമേ ഹേ എന്ന് ചോദിക്കാം. ഓണം കോൻസാ മഹീനേമേ ഹേ എന്ന് ചോദിക്കാം നമുക്ക്. ഏതു മാസത്തിലാണ്? ഓണം ചിങ്ങമാസത്തിലാണ്, ശ്രാവൺ മാസത്തിലാണ്. ഓണം ശ്രാവൺ മഹീനേമേ ആത്തി ഹേ. ഓണം ശ്രാവൺ മഹീനേമേ ആത്തി ഹേ. ഓണം ശ്രാവണ മാസത്തിലാണ്, അതായത് ഓണം ചിങ്ങമാസത്തിലാണ്. ശ്രാവൺ മാസത്തിന് മലയാളത്തിൽ ചിങ്ങമാസം എന്നാണ് പറയുന്നത്. എങ്ങനെ പറയാം അത് ഹിന്ദിയിൽ? ശ്രാവൺ മഹീനെ കോ മലയാളം മേ ചിങ്ങമാസം കഹത്തെ ഹേ. ശ്രാവൺ മഹീനെ കോ, ശ്രാവൺ മാസത്തിന് മലയാളത്തിൽ, മലയാളം മേ ചിങ്ങമാസം കഹത്തെ ഹേ. ശ്രാവൺ മാസത്തിന് മലയാളത്തിൽ ചിങ്ങമാസം എന്നാണ് പറയുന്നത്, ചിങ്ങമാസം. ഓണം കേരളത്തിൻ്റെ പുരാതനമായ, അതായത് വളരെ പഴയ ഒരു ഉത്സവമാണ്. പണ്ടുകാലം മുതലേയുള്ള ഒരു ഉത്സവമാണ്. അതിന് പ്രാചീൻ ത്യോഹാർ എന്ന് പറയും. വളരെ പുരാതനമായ ത്യോഹാർ, അതിന് പ്രാചീൻ ത്യോഹാർ എന്നാണ് പറയുന്നത്. ഓണം കേരളക്കെ പ്രാചീൻ ത്യോഹാർ ഹേ. പണ്ട് മുതലേ ഉള്ള ഒരു ഉത്സവമാണ്, അതാണ് പ്രാചീൻ ത്യോഹാർ എന്ന് പറഞ്ഞത്. ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണ്. വിളവെടുപ്പ് എന്നുള്ളതിന് ഫസലി ത്യോഹാർ എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് ഉത്സവം. ഇതൊരു വിളവെടുപ്പ് ഉത്സവമാണ്. ഏക് ഫസലി ത്യോഹാർ ഹേ. ഈ ഉത്സവം പുതുവർഷത്തിൻ്റെ രൂപത്തിലും ആഘോഷിക്കുന്നു. ന്യൂ ഇയർ ആയിട്ടും നമ്മൾ ആഘോഷിക്കുന്നു. അതെങ്ങനെ പറയാം? ഈ ഉത്സവം ത്യോഹാർ നവവർഷക്കെ രൂപമേ, അല്ലെങ്കിൽ പുതുവർഷത്തിൻ്റെ രൂപത്തിൽ, നവവർഷക്കെ രൂപമേ മനായ ജാത്താ ഹേ. ആഘോഷിക്കുന്നു. മനായ ജാത്താ ഹേ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കുന്നു. ത്യോഹാർ നവവർഷക്കെ രൂപമേ ഭി മനായ ജാത്താ ഹേ. പുതുവർഷത്തിൻ്റെ രൂപത്തിലും ഇത് നമ്മൾ ആഘോഷിക്കുന്നു. ത്യോഹാർ നവവർഷക്കെ രൂപമേ മനായ ജാത്താ ഹേ. ഈ ഉത്സവം പുതുവർഷത്തിൻ്റെ രൂപത്തിലും നമ്മൾ ആഘോഷിക്കുന്നു. ഈ ഉത്സവം വിഷ്ണു ഭഗവാന്റെ വാമന അവതാരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഈ ഉത്സവം ത്യോഹാർ വിഷ്ണു ഭഗവാന്റെ, ഭഗവാൻ വിഷ്ണുക്കെ വാമന അവതാരത്തെ, അതെങ്ങനെ പറയാം? വാമൻ അവതാർക്കെ സംബന്ധിച്ചിട്ടുള്ളതാണെന്നുള്ളതിന് സംബന്ധിത് ഹേ. ത്യോഹാർ ഭഗവാൻ വിഷ്ണുക്കെ വാമൻ അവതാർ സെ സംബന്ധിത് ഹേ, അല്ലെങ്കിൽ വാമൻ അവതാർക്കെ സംബന്ധിത് ഹേ. രണ്ടിലേത് രീതിയിലും പറയാം. ഈ ഉത്സവം വിഷ്ണു ഭഗവാന്റെ വാമന അവതാരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ വലിയ സെൻറ്റൻസുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത്. വലിയ സെൻറ്റൻസാണെന്ന് വെച്ച് പേടിക്കേണ്ട കാര്യമില്ല. കുറേശ്ശെ നമ്മളതിന് ഹിന്ദിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ത്യോഹാർ ഭഗവാൻ വിഷ്ണുക്കെ വാമൻ അവതാർ സെ സംബന്ധിത് ഹേ, അല്ലെങ്കിൽ വാമൻ അവതാർക്കെ സംബന്ധിത് ഹേ. ഈ ഉത്സവം രാജാ മഹാബലിയുടെ സ്വാഗതത്തിൻ്റെ രൂപത്തിലും, മഹാബലിയെ നമ്മൾ വരവേൽക്കുന്നതിൻ്റെ രൂപത്തിലും ആഘോഷിക്കുന്നു. ത്യോഹാർ രാജാ മഹാബലിക്ക് സ്വാഗത് കെ രൂപമേ, സ്വാഗതത്തിൻ്റെ രൂപത്തിൽ, സ്വാഗത് കെ രൂപമേ മനായ ജാത്താ ഹേ, ആഘോഷിക്കുന്നു. ത്യോഹാർ രാജാ മഹാബലിക്ക് സ്വാഗത് കെ രൂപമേ മനായ ജാത്താ ഹേ. ഈ ഉത്സവം രാജാ മഹാബലിയുടെ സ്വാഗതത്തിൻ്റെ രൂപത്തിലും ആഘോഷിക്കുന്നു. ത്യോഹാർ രാജാ മഹാബലിക്ക് സ്വാഗത് കെ രൂപമേ മനായ ജാത്താ ഹേ. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. 10 ദിവസം വരെ, അതെങ്ങനെ പറയും?
ദസ് ദിനോം തക് 10 ദിവസത്തോളം, അതായത് 10 ദിവസം വരെ. ദസ് ദിനോം തക് ബഡി ധൂംധാം സെ എന്ന് പറഞ്ഞാൽ വളരെ ആഘോഷത്തോടു കൂടി. ബഡി ധൂംധാം സെ, ധൂംധാം സെ എന്ന് പറഞ്ഞാൽ ആഘോഷത്തോടു കൂടി. ബഡി ധൂംധാം സെ എന്ന് പറഞ്ഞാൽ വളരെ ആഘോഷത്തോടു കൂടി. മനായേ ജാനേവാല ത്യോഹാർ ഹേ, കൊണ്ടാടുന്ന ഒരു ഉത്സവമാണ്. ദസ് ദിനോം തക് ബഡി ധൂംധാം സെ മനായേ ജാനേവാല ത്യോഹാർ ഹേ, 10 ദിവസം വരെ വളരെ ആഘോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഉത്സവമാണ്. വീടും അമ്പലങ്ങളും പ്രത്യേക രീതിയിൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. घर और मंदिरों को विशेष रूप से फूलों से सजाया जाता है. फूलों से सजाया जाता है എന്ന് പറഞ്ഞാൽ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുന്നു. സജാന എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക. സജായ ജാത്ത ഹെ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കപ്പെടുന്നു. फूलों से सजाया जाता है. घर और मंदिरों को विशेष रूप से फूलों से सजाया जाता है. പൂക്കൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്നു. ഈ ദിവസങ്ങളിൽ, അതെങ്ങനെ പറയും? ഇൻ ദിനോമേ, ഈ ദിവസങ്ങളിൽ എന്നുള്ളതിന് ഇൻ ദിനോമേ. തരഹ് തരഹ്ക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള, തരഹ് തരഹ്ക്കെ പലതരത്തിലുള്ള പരിപാടികൾ. പരിപാടികൾ എന്നുള്ളതിന് കാര്യക്രം, കാര്യക്രം എന്ന് പറഞ്ഞാൽ പരിപാടികൾ. ഇനി മത്സരങ്ങൾ എന്നുള്ളതിന് പ്രതിയോഗിതായേം, പ്രതിയോഗിതായേം മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ആയോജിത് കർത്തേ ഹേ, ആയോജിത് കർത്തേ ഹേ സംഘടിപ്പിക്കുന്നു. ഓണപരിപാടികൾ അന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ പലതരത്തിലുള്ള പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. ഇൻ ദിനോമേ തരഹ് തരഹ്ക്കെ കാര്യക്രം ഔർ പ്രതിയോഗിതായേം ആയോജിത് കർത്തേ ഹേ. കാര്യക്രം ഔർ പ്രതിയോഗിതായേം എന്ന് പറഞ്ഞാൽ പരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിക്കുന്നു. ആയോജിത് കർത്തേ ഹേ. നമ്മൾ പറഞ്ഞില്ലേ പലതരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കുമെന്ന്. അതിൽ വള്ളംകളി മത്സരം എല്ലാത്തിലും പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ പറയാം? വള്ളംകളി മത്സരം എന്നുള്ളതിന് നാവ് ദൗഡ്, നാവ് എന്ന് പറഞ്ഞാൽ വള്ളം, മത്സരം എന്നുള്ളതിന് വള്ളത്തിൻ്റെ ഓട്ട മത്സരമല്ലേ, അതാണ് നാവ് ദൗഡ് എന്ന് പറയുന്നത്. നാവ് ദൗഡ് പ്രതിയോഗിത, അതായത് വള്ളംകളി മത്സരം. ഹി അത് തന്നെയാണ് സബ്സേ മഹത്വപൂർണ്ണ, ഏറ്റവും പ്രധാനപ്പെട്ടത്. വള്ളംകളി മത്സരമാണ് എല്ലാത്തിലും പ്രധാനപ്പെട്ടത്. നാവ് ദൗഡ് പ്രതിയോഗിത ഹി സബ്സേ മഹത്വപൂർണ്ണ ഹേ. നാവ് ദൗഡ് പ്രതിയോഗിത ഹി സബ്സേ മഹത്വപൂർണ്ണ ഹേ. ആളുകൾ വീടുകളിൽ നല്ല ആഹാരമുണ്ടാക്കുന്നു. ലോഗ് ഘരോമേ വിശേഷ് ഭോജൻ ബനാത്തേ ഹേ, സ്പെഷ്യൽ ഫുഡുകൾ ഉണ്ടാക്കുന്നു. ഡെയിലി കഴിക്കുന്നതിലും കുറച്ചുകൂടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നു. ലോഗ് ഘരോമേ വിശേഷ് ഭോജൻ ബനാത്തേ ഹേ. അപ്പോൾ നമ്മൾ ഓണസംബന്ധമായ കുറച്ച് സെൻറ്റൻസുകളാണ് ഹിന്ദിയിൽ പറഞ്ഞിരിക്കുന്നത്. അത് വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ ഹിന്ദി സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുകൂടെ നിങ്ങളുടെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്